പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നതാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം? അല്ലെങ്കിൽ കുറെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടും എക്സാം സമയത്ത് ഇതൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, ഇത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണോ? ആണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നത്? നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് കാണുമായിരിക്കും. നിങ്ങൾ എല്ലാ ദിവസവും കുറേ സമയം ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മറന്നു പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ കാണുമായിരിക്കും. ഈ വർഷം നമ്മൾ എന്തായാലും തുടങ്ങിയ സ്ഥിതിക്ക് ഈ വർഷം നല്ല മാർക്ക് മേടിക്കണം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ കൃത്യമായ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാ ദിവസവും ഇരുന്ന് കുറേ നേരം പഠിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യുന്നില്ല, ഈ പഠിക്കുന്ന കാര്യം ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ കുറേ സമയം ഇരുന്ന് പഠിക്കുന്നു എന്നതിലല്ല കാര്യം, നിങ്ങൾ ഇരിക്കുന്ന ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. സോ നമ്മൾ പഠിക്കാനൊക്കെ കുറേ നേരം ഇരുന്നെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യത്തിലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. അതുകൊണ്ടാണ് ഈ പഠിക്കുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഓർത്തിരിക്കാൻ പറ്റാത്തത്. സോ എന്താണ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ അല്ല അവിടെ ആവശ്യം. നിങ്ങൾക്ക് വേണ്ട ഒരു സ്റ്റഡി പ്ലാൻ അല്ല ഏത് സമയത്താണ് നിങ്ങൾ പഠിക്കുന്നത്. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഓരോ ഫേവറേറ്റ് ടൈം കാണുമായിരിക്കും അല്ലേ? അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം എപ്പോഴാണ് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ഏതാണ്, ഏത് സമയത്ത് പഠിച്ചാൽ എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കുറച്ച് കാര്യം, നിങ്ങൾ ഈ പഠിക്കാൻ ഇരുന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ പല കാര്യത്തിലും നിങ്ങളിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. സോ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയില്ല. അതാണ് നിങ്ങൾക്ക് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ സ്റ്റഡി പ്ലാനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്, അല്ല ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യാൻ. അപ്പം ഇതെല്ലാം വെച്ച് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യം, എന്തെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം, അല്ലെ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം, മാറ്റി നിർത്തണം എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നാൽ മാത്രമേ പഠിക്കുന്ന സമയത്ത് കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും, അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ എന്ത് ചെയ്യും, പഠിക്കുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല. സോ എന്തെല്ലാം കാര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം, എന്താ മേക്കിംഗ് എക്സ്ക്യൂസസ്. അതാണ് നമുക്ക് പറ്റുന്ന ഒന്നാമത്തെ അബദ്ധം. ഓക്കെ, ബാഡ് സ്റ്റഡി ഹാബിറ്റ്സ് സ്റ്റോറി നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ് എന്താ, എക്സ്ക്യൂസസ് ഉണ്ടാക്കുന്നു. കാരണം നിങ്ങൾക്കൊരു കൃത്യമായ ഒരു ടൈം ടേബിൾ ഒക്കെ കാണുമായിരിക്കും. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഓർക്കുക എന്താ, ഓക്കെ ഇന്നൊരു ദിവസം അല്ലെ ചെറുതായിട്ടൊരു ചുമ ഒന്ന് പനി ഒന്ന് ഇന്നൊരു ദിവസം പഠിക്കണ്ട. ഓക്കെ, അപ്പം നിങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങൾ കണ്ടുപിടിച്ച് ഒരു ദിവസം എക്സ്ക്യൂസ് എടുക്കാം, ഞാൻ ഇന്നലെ ഇരുന്ന് പഠിച്ചതല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ ഒരു ദിവസം എക്സ്ക്യൂസ് എടുത്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമുക്ക് പിറ്റേ ദിവസം എക്സ്ക്യൂസ് എടുക്കാനായിട്ട് തോന്നും. സോ ഒന്നാമത്തെ കാര്യം എക്സ്ക്യൂസസ് എടുക്കാതിരിക്കുക. സോ പകരം എന്ത് ചെയ്യും, നമുക്ക് മടി വരില്ലേ, ഓട്ടോമാറ്റിക്കലി നമുക്ക് മടി വരും അല്ലേ? എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കുക എന്നുള്ളതൊന്നും ചിലപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ തിങ് ഇസ് ദാറ്റ് നിങ്ങൾ ഓരോ ദിവസം എന്ത് ചെയ്യുക, ഇത്ര പോർഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക. ഓക്കെ, ഇത്ര കാര്യം പഠിച്ചെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യാം, ഓക്കെ ഇത്ര കാര്യം പഠിച്ചെങ്കിൽ എനിക്ക് ഇന്ന് ഈ സീരീസ് കാണാം, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗെയിം കളിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് തന്നെ റിവാർഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യം പഠിച്ചെങ്കിൽ റിവാർഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്ക്യൂസ് എടുക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പിന്മാറാൻ പറ്റും. പകരം നിങ്ങൾ എന്ത് ചെയ്യും, ആ റിവാർഡ് കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും പഠിക്കാനായിട്ട് ശ്രമിക്കും. സോ എക്സ്ക്യൂസസ് എടുക്കാതെ പകരം എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ റിവാർഡ് ചെയ്യുക. ഓക്കെ, അടുത്ത കാര്യം എന്താ, സ്റ്റഡിങ് അറ്റ് റോങ് പ്ലേസ്. അതാണ് പലപ്പോഴും നമുക്ക് പറ്റുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിലും അല്ലെ, പഠിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനൊക്കെ നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യം വന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ആകുക. ചിലപ്പോൾ ഇത് സോഷ്യൽ മീഡിയാസ് ആകാം, അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ TV വെച്ചിരിക്കുന്നതായിരിക്കാം, അല്ല ആരെങ്കിലും അടുത്ത് സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശ്രദ്ധ അവിടെ മാറിപ്പോകും. ഓക്കെ, അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് അല്ലെ ബുക്കും പുസ്തകം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് ഒരു സ്റ്റഡി ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഞാൻ അടുത്തത് എന്താണ്, സ്റ്റാർട്ടിങ് വിത്തൗട്ട് എ പ്ലാൻ ഓഫ് ആക്ഷൻ. എല്ലാ ദിവസവും കുറേ നേരം പുസ്തകം എടുത്ത് വായിച്ചു പഠിക്കാം. ഓക്കെ, ഇന്ന് ഇതൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിച്ചത്, കുറച്ച് നേരം ഇന്ന് പഠിക്കും. അങ്ങനെ വെറുതെ എല്ലാ ദിവസവും പഠിക്കുക എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഓക്കെ, ആദ്യം സ്റ്റാർട്ടിങ്ങിലൊന്നും വലിയ പ്രശ്നം തോന്നില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് മടുക്കും. കാരണം നമുക്കൊരു പ്ലാനിങ് ഇല്ല. സോ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു പ്ലാനിങ് കാണണം. അതായത് നിങ്ങൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും, ഇന്ന് ഈ സബ്ജക്ട്സ് ആണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, ഇത്ര സമയമാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, ഈ ടോപ്പിക്സ് ഞാൻ കവർ ചെയ്യും. അങ്ങനെ ഒരു പ്ലാനിങ് വെച്ചിട്ട് എന്ത് ചെയ്യാവുള്ളൂ, പഠിക്കാൻ തുടങ്ങുള്ളൂ. അല്ലാണ്ട് വെറുതെ നിങ്ങളിപ്പോൾ ഒരു ടെക്സ്റ്റ് എടുക്കുന്നു, ഇതിന്ന് കുറച്ച് നേരം പഠിച്ചേക്കാൻ പറയും, അത് ബോറടിക്കും, എന്ത് ചെയ്യും, അത് മാറ്റി വെച്ചിട്ട് അടുത്ത ടെക്സ്റ്റ് എടുക്കാൻ നോക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊരു പ്ലാനിങ് കാണണം. ഇന്ന് ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യും എന്നൊരു പ്ലാനിങ്ങോട് കൂടി, ഇത്ര സമയത്തിനുള്ളിൽ ആ സമയത്തിനുള്ളിൽ തീർക്കും എന്നൊരു പ്ലാനിങ്ങോട് കൂടി എന്ത് ചെയ്യാവുള്ളൂ, പഠിക്കാൻ തുടങ്ങാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡിസ്ട്രാക്റ്റഡ് ആവില്ല, തീർത്തിട്ടേ നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യുള്ളൂ, എണീക്കുള്ളൂ. ഞാൻ അടുത്ത ബീങ് ഡിസ്ട്രാക്റ്റഡ് ബൈ സോഷ്യൽ മീഡിയ. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഫോണൊക്കെ
കാര്യങ്ങളും നമ്മുടെ അടുത്തുനിന്ന് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര സമയം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പക്ഷെ പഠിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യരുത്, നിങ്ങൾ മൊബൈൽസോ കാര്യങ്ങളോ ഒന്നും വെക്കരുത്. ദെൻ കീപ്പിംഗ് ഡിസ്ഓർഗനൈസ്ഡ് നോട്ട്സ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം നോട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാം അല്ലേ. പഠിക്കാൻ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസ് എടുത്തെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റും അതിൻ്റെ നോട്ട്സും നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് സോഷ്യൽ സയൻസ് പഠിക്കാൻ തുടങ്ങുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏതെങ്കിലും സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൻ്റെ നോട്ട്സ് നിങ്ങളുടെ കയ്യിലില്ല എന്ന് വിചാരിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഇത് നിങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെ തപ്പ് ഇത് കിട്ടുന്നില്ല. ഓക്കെ, അപ്പം തന്നെ ആ സബ്ജക്റ്റിനോട് നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നും. സോ പഠിക്കുന്നതിന് മുമ്പ് ഉറപ്പാക്കുക എന്താ, ഈ സബ്ജക്ട്സിൻ്റെ കംപ്ലീറ്റ് നോട്ട് എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് തുടങ്ങുക. ഓക്കെ, ദെൻ നോട്ട് ലേണിംഗ് ഫ്രം യുവർ മിസ്റ്റേക്ക്. നിങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചു, നിങ്ങളൊരു എക്സാം എഴുതി നോക്കി, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, അതിന് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് എനിക്ക് പ്രശ്നം പറ്റിയത്, ഞാൻ പഠിച്ചിട്ട് എന്തുകൊണ്ട് എനിക്കത് എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഓർത്തിരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വൃത്തിയായിട്ട് എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റീസൺസ് കാണും. സോ ആ ലെസൺസ് അപ്പോൾ മാർക്ക് ഒരു തവണ കുറഞ്ഞു പോയാൽ ഈ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് മാറ്റി വെക്കുക അല്ല ചെയ്തത്. എല്ലാ സബ്ജക്ട്സും നമ്മൾ പഠിക്കേണ്ടതാണ്. സോ എന്ത് ചെയ്യുക, നിങ്ങളുടെ മിസ്റ്റേക്സിൽ നിന്ന് നിങ്ങൾ പഠിക്കുക, എന്താണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുക, അത് കറക്റ്റ് ചെയ്തിട്ട് പഠിക്കുക. ദെൻ നോട്ട് ആസ്കിങ് ഫോർ ഹെൽപ്പ്. അതാണ് നമുക്ക് പലപ്പോഴും വരുന്നത്. എന്ത് ചെയ്യില്ല, ഒരു സംശയം തോന്നി, ഓക്കെ ഇത് ചോദിക്കണോ വേണ്ടിയോ, ടീച്ചറിനോട് ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും, ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ ഞാൻ പഠിപ്പിക്കാമെന്ന് വിചാരിക്കും എന്നൊക്കെ നമ്മൾ ആകെ ഡിസ്ട്രാക്റ്റഡ് ആവും. സോ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കുക. ഓക്കെ, യെസ്, നിങ്ങളൊക്കെ ബാച്ചിൽ ചോദിച്ചത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് തോന്നില്ല, പൊട്ടത്തരമാണെന്ന് തോന്നിയാലും ശരി, കുഴപ്പമില്ല, എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള കുറച്ച് ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും പറ്റും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, മറന്നു പോകുന്നില്ല. സോ തിങ്ക് ഈസ് ദാറ്റ് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഇല്ലാത്തോ നിങ്ങൾ പഠിക്കാത്തോ അല്ല പ്രശ്നം, നിങ്ങൾ കുറേ സമയം ഇരുന്ന് പഠിക്കുന്നുണ്ട്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ മച്ച് ടൈം യു ആർ സ്പെൻഡിങ്, കുറേ നേരം ഇരിക്കുന്നു എന്നതിലല്ല. ഓക്കെ, ഹൗ മച്ച് യു ആർ ആക്ച്വലി യൂട്ടിലൈസിങ്, ആ ടൈമിൽ നിങ്ങൾ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ശരിയായിട്ട് വിനിയോഗിക്കുന്നുണ്ട് എന്നതിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക. ഇത് കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്തു എന്ന് ഉറപ്പാക്കിയിട്ട് എന്ത് ചെയ്യാവുള്ളൂ, പഠിക്കാൻ തുടങ്ങാവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ഏർലി അല്ലേ, ഏറ്റവും നേരത്തെ തന്നെ തുടങ്ങുക. പരീക്ഷയുടെ സമയത്തിരുന്ന് പഠിക്കാൻ തുടങ്ങി എന്ത് ചെയ്യുക, പെട്ടെന്ന് ഓടിച്ചു കൂട്ടി എന്തെങ്കിലും എഴുതാം എന്നല്ലാതെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബേസിക്സ് ആണ്. അപ്പോൾ അത് അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം ഒക്കെ ആവശ്യമുള്ളതാണ്. സോ അതുകൊണ്ട് ഏറ്റവും നേരത്തെ തന്നെ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ബേർഡൻ നമ്മുടെ തലയിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ദെൻ സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ഓർഗനൈസ് യുവർ സ്റ്റഡി സ്പേസ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു സ്റ്റഡി സ്പേസ് നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഉറപ്പാക്കുക, എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി സ്പേസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാക്കി കൃത്യമായ ഒരു ഏരിയയിൽ ഒരു തരത്തിലും നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകില്ല എന്ന് ഉറപ്പാകുന്ന ഒരു ഏരിയ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, യെസ്, അതിനുശേഷം അടുത്ത എന്താ ചെയ്യുക, റിവ്യൂ ആൻഡ് പ്രാക്ടീസ് ഓൾ എക്സാം പ്രാക്ടീസ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അതായത് ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്തറിയാൻ പറ്റും, ഓരോ ടോപ്പിക്സും കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്യൂസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ക്യൂസസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ ഒരു പോർഷൻ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ. കാരണം കുറേ നേരം ഇരുന്ന് പഠിച്ചു എന്നുകൊണ്ട് നമ്മൾ അത് കാര്യം നമ്മുടെ ബ്രെയിനിലുണ്ട് എന്നല്ല, അത് ക്വസ്റ്റ്യൻസ് വന്നാൽ അതിന് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് ഈ ടോപ്പിക്സ് നമ്മൾ പഠിച്ചു എന്നുള്ള കാര്യം നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്ക് പഠിച്ചാൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് സെറ്റ് യുവർ സ്റ്റഡി ഗോൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. പഴയ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിലൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾ പറയാം, ഓക്കെ ഈ സബ്ജക്റ്റ് എനിക്ക് ഇത്ര സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഗോൾ അങ്ങ് സെറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാതെ കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എന്തെല്ലാം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന കാര്യം ആദ്യമേ മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ട് ആകാതെ ശ്രദ്ധയോടെ പഠിക്കാൻ പറ്റും. ആൻഡ് ദെൻ നിങ്ങൾക്ക് അടിപൊളി സ്കോർ ചെയ്യാനായിട്ട് വരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ താങ്ക് യു.